വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രി സമയത്തിനായും ഈ പുതുവത്സരത്തിൻ്റെ പ്രാരംഭ ദിനങ്ങളുടെ അനുഗ്രഹത്തിനായും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ വചനം കേട്ട് ധന്യരായ ഈ പുണ്യഭൂമിയിൽ, ഈ തലമുറയിൽ ഞങ്ങൾക്ക് നിന്റെ വചനം കേൾക്കുവാനും നിന്റെ ശബ്ദം തിരിച്ചറിയുവാനും നിന്റെ വചനം അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹം പ്രാപിപ്പാനും തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട എബ്രഹാം ബി ഉമ്മനച്ഛനെയും PG ജോർജ് അച്ഛനെയും തോമസ് പി ചാണ്ടി അച്ഛനെയും സാം മാത്യു അച്ഛനെയും ജേക്കബ് ജോൺ അച്ഛനെയും ആശിഷ് അച്ഛനെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിന്റെ അഭിഷിക്തന്മാരുടെ നേതൃത്വം ഞങ്ങൾക്ക് ഈ കാലത്ത് ലഭിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ കൺവെൻഷന് വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്ന എല്ലാ കമ്മിറ്റിക്കാരെയും ചുമതലകൾ വഹിക്കുന്നവരെയും പാട്ടുകളിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരെയും ഇന്ന് പ്രാർത്ഥനാപൂർവം നിന്റെ വചനം കേൾക്കുവാൻ ഇവിടെ ശരീരം കൊണ്ട് സന്നിഹിതരായിരിക്കുന്നവരെയും പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് ഓൺലൈനിൽ കാണുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഞങ്ങൾക്കിന്ന് അനുഗ്രഹമായി, സത്യമായി, സൗഖ്യമായി, സമാധാനമായി സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും നോമ്പും ഒക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വരിക. എന്നിട്ട് നമ്മൾ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം സാത്താൻ യേശുവിനോട് പറയുന്നു, ഈ കല്ലൊക്കെ അപ്പമാക്കണം. നീ വീട്ടിൽ ചെന്ന് വിശന്ന് അങ്ങ് വീട്ടിൽ വരെ ചെല്ലുമ്പോൾ അങ്ങ് ക്ഷീണിച്ചു, അതുകൊണ്ട്
ഈ മുൻപിൽ കിടക്കുന്ന നല്ല പാലപ്പം പോലെ വെള്ളയപ്പം പോലുള്ള ഈ കല്ലുണ്ടല്ലോ, നീ ഇത്രയും വലിയ ശക്തിയുള്ള ആളല്ലേ, ഇതൊന്ന് അപ്പമാകാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് കഴിക്കാം, നിന്റെ ക്ഷീണം മാറാം. യേശു അതിന് കീഴ്പ്പെടുന്നില്ല. അത് കഴിഞ്ഞ് യേശുവിനെ സാത്താൻ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് കൊണ്ട് നിർത്തിയത് എവിടാണ്? വാളക്കുഴി പള്ളിയുടെ ഏറ്റവും മോളിൽ കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞ് വീണ്ടും സാത്താൻ യേശുവിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോഴുള്ള ഒരു കൗതുകം, ഇങ്ങനെ സാത്താൻ കൂട്ടിക്കൊണ്ടു പോകുന്നിടത്തെല്ലാം എന്തിനാ യേശു പോകുന്നത്? ആദ്യത്തേത് പോട്ടെ, യേശു ഇരിക്കുന്നിടത്ത് സാത്താൻ വന്നതാണെന്ന് പറയാം. രണ്ടാമത് പള്ളിയുടെ മേളിൽ കയറാൻ ഒരു ഏണിയൊക്കെ വെച്ച് കൊടുത്തപ്പം സാത്താൻ വെക്കുന്ന ഏണിയെ കൂടെ ഒക്കെ കയറേണ്ട വല്ല കാര്യമുണ്ടോ? ആ ഭാഗം സൂക്ഷിച്ചു വായിക്കുമ്പോൾ സാത്താൻ നയിക്കുന്ന വഴിയിലൂടാണോ യേശു പോകുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കൂട്ടിക്കൊണ്ടുപോയതിരിക്കട്ടെ, പള്ളിയുടെ മേളിൽ കയറാൻ പറഞ്ഞാൽ അതിൻ്റെ മേളിൽ കയറേണ്ട കാര്യമുണ്ടോ? സാത്താനെ എന്നെ വിട്ടുപോകുന്നുള്ളത് പള്ളിയുടെ മേളിൽ കയറുന്നതിന് മുമ്പ് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? ഇനി അതും പോട്ടെ, അടുത്തത് ദൂരെ ഒരു ഉയർന്ന സ്ഥലത്ത്, അവിടെയും സാത്താൻ പറഞ്ഞു നമുക്ക് പോകാം. ഉടനെ യേശു എന്ത് ചെയ്യുന്നു? പോവാം എന്ന് പറഞ്ഞ് ഉടനെ ഈ സാത്താൻ്റെ പുറകെ അങ്ങ് പോവാം. അങ്ങനെ യേശുവിന് ഒരു അല്ല, ഇങ്ങനെ പറയുന്ന സ്ഥലത്തോട്ടൊക്കെ എന്തിനാ യേശു പോന്നേ? അങ്ങ് പോകാതിരുന്നാ പോരെ? പരീക്ഷയിൽ അകപ്പെടാതിരുന്നാ പോരെ? അപ്പോൾ ഇവിടെ നമ്മൾ സാത്താൻ യേശുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നു, യേശു അതിൻ്റെ പുറകെ പോകുന്നു. നിങ്ങൾ ഈ സാത്താനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയാം. കണ്ടിട്ടുണ്ടോ സാത്താനെ? ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തുവാ കാണുന്നത്? നമ്മളാരും സാത്താനെ കണ്ടിട്ടില്ല. എന്നാൽ ചില പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾക്കെന്തോ പിശാച് കയറിയോ എന്ന്. വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നിങ്ങൾ ആരെങ്കിലും പിശാചിനെ കണ്ടിട്ടുണ്ടോ? നിന്റെ ദേഹത്തെന്താ പിശാച് കയറിയോ? നിങ്ങൾക്കെന്താ മനുഷ്യ? അപ്പോൾ നമ്മൾ ആരും പിശാചിനെ കണ്ടിട്ടില്ല. ചില പെരുമാറ്റം കാണുമ്പോൾ പിശാചാണോന്ന് തോന്നിപ്പോ. പക്ഷെ നമ്മുടെ സൺഡേ സ്കൂളിലും VBSലുമൊക്കെ സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പിശാചിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും, അല്ലേ? പഴയ ഒനിഡ TV പോലെയാണ്, 2 കൊമ്പും 1 വാലും ഒക്കെ ഉണ്ട്, കറുത്ത നിറമാണ്. പിശാചിന്റെ നിറം കറുത്തതാണോ വെളുത്തതാണോ? നമുക്ക് ദൈവത്തെക്കുറിച്ച് മാത്രമേ. പിശാച് കറുത്തതാന്ന് ആരാ പറഞ്ഞേ? ആരെങ്കിലും പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഈ പെയിന്റ് അടിച്ച് പിശാചിനെ കറുപ്പിക്കുന്നത്? പിശാച് കറുത്തിട്ടാണെങ്കിൽ പിശാച് ആഫ്രിക്കക്കാരനാണെന്ന് അതിൻ്റെ അർത്ഥം, അല്ലേ? പിശാചിനെ കണ്ടാൽ ഇഷ്ടം തോന്നുമോ ഭയം തോന്നുമോ? വേദപുസ്തകത്തിൽ പറയുന്നത് പിശാച് അലറുന്ന സിംഹം പോലെ വരുന്നെന്ന്. ഏതെങ്കിലും പിശാച് അലറുന്ന സിംഹം പോലെ വന്നാൽ ആ പിശാച് പറയുന്നത് നിങ്ങൾ കേൾക്കുമോ? ഇതുവഴി ഒരു ചേര ഇപ്പം വരട്ടെ, പിശാച് ചേരയുടെ രൂപത്തിൽ വരട്ടെ, എന്ത് സംഭവിക്കും? ഏദൻ തോട്ടത്തിൽ പിശാച് ആരുടെ രൂപത്തിലാണ് വന്നേ? പാമ്പിൻ്റെ രൂപത്തിൽ, അല്ലേ? അങ്ങനെ പാമ്പിൻ്റെ രൂപത്തിൽ നിങ്ങളെ ആർക്കെങ്കിലും പരീക്ഷിക്കാൻ പറ്റുമോ?
നിങ്ങളുടെ വീട്ടിൽ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നാൽ നിങ്ങൾ ഭക്തനൊന്നും ആവണ്ട, ദുഷ്ടനായാലും നിങ്ങളെ വഴിതെറ്റിക്കുക. കാരണം പാമ്പിനെ കണ്ടാൽ ആദ്യം നമ്മൾ അടിച്ചു കൊല്ലുക പരിപാടി. പിന്നെ എങ്ങനെയാ വഴിതെറ്റിക്കുന്നത്? പിശാചിനെ കണ്ടാൽ ഇഷ്ടം തോന്നുമോ ഭയം തോന്നുമോ? ഒന്നാന്ത്യമായിട്ട് പറയാൻ പറ്റിയ വിഷയം പറ. പിശാച് ശത്രുവിൻ്റെ രൂപത്തിലാണോ മിത്രത്തിൻ്റെ രൂപത്തിലാണോ വരാൻ സാധ്യത? നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നാണോ? പിശാച് ശത്രുവിൻ്റെ രൂപത്തിലാണോ മിത്രത്തിൻ്റെ രൂപത്തിലാണോ വരാൻ സാധ്യത? രണ്ട് അഭിപ്രായമുണ്ട്. ശത്രുവാണെന്നും മിത്രമാണെന്നും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ സാത്താൻ നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആളുടെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ പറ്റുമോ? അതെന്താ? നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്ക് 101% ഉറപ്പുള്ള ഒരാളുടെ രൂപത്തിൽ സാത്താൻ വരുമോ? വരത്തില്ല. എന്താ കാരണം? ആ വ്യക്തി എത്ര ശ്രമിച്ചാലും നിങ്ങളെ വഴിതെറ്റിക്കാൻ പറ്റില്ല. കാരണം അയാൾ എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം ആ വ്യക്തി നിങ്ങളുടെ പുക കണ്ടേ അട. അപ്പോൾ ശത്രുവിൻ്റെ രൂപത്തിൽ വന്ന് നിങ്ങളെ വഴിതെറ്റിക്കാൻ പറ്റുമോ? ആര് പറഞ്ഞാലാണ് നമ്മൾ വിശ്വസിക്കുക? നമുക്ക് ഏറ്റവും ഇഷ്ടവും വിശ്വാസവുമുള്ള ഒരാളിലൂടെ മാത്രമേ സാത്താൻ പ്രവർത്തിക്കൂ. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, മനസ്സുകൊണ്ട് നമ്മൾ ശത്രുവിൻ്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഒരാളിലൂടെ സാത്താന് നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റില്ല. കാരണം ആ വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു കൊണഷ്ടാണ്, ഇതൊരു ചതിയാണ്, ഇതിൻ്റെ പിറകിൽ എന്തോ സൂത്രമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ആ ആള് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്നത് ശത്രുക്കളിലൂടെയാണോ മിത്രങ്ങളിലൂടെയാണോ? അപ്പോൾ ആരെയാ സൂക്ഷിക്കേണ്ടത്? ഇതെല്ലാം നിങ്ങൾ പറഞ്ഞാണ്. ആരെയാ സൂക്ഷിക്കേണ്ടത്? ശത്രുവിനെയാ. നിങ്ങൾ ശത്രു എന്ന് കരുതുന്നയാളെയാണോ മിത്രമെന്ന് കരുതുന്നയാളെയാണോ സാത്താൻ ഉപയോഗിക്കാൻ സാധ്യത? രണ്ട്, ഇവരിൽ ആരിലൂടെ കേൾക്കുന്നതായിരിക്കും നിങ്ങൾ വിശ്വസിക്കാൻ കൂടുതൽ സാധ്യത? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നു. ഒരു 40 കുട്ടികളോ 45 കുട്ടികളോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു 10-25 പേരെ നമ്മുടെ ചെറുക്കന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അമ്മാര് ശരിയല്ല. നിങ്ങളുടെ ചെറുക്കനെ ഒരു മുറിബീടി വലിക്കാൻ, ക്ലാസ് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കാൻ ഒരാൾ വിളിച്ചാൽ ആര് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ആര് വിളിക്കുമ്പോൾ ആയിരിക്കും നിങ്ങളുടെ മകൻ കുറച്ചെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക? അവന് ക്ലാസ്സിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തവരാണോ, അതോ അവൻ്റെ ബഡ്ഡി
അവൻ്റെ ചങ്ക്, അവൻ്റെ ബ്രോ എന്നൊക്കെ പറയുന്ന ആര് പറയുമ്പോഴായിരിക്കും കേൾക്കുന്നത്? ഞങ്ങളുടെ പാഴ്സനേജിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കണമെങ്കിൽ അച്ഛൻ ഇഷ്ടമുള്ള ഒരാൾ വരുമ്പോഴാണോ അച്ഛൻ കേൾക്കുന്നത്? അച്ഛൻ ഇഷ്ടമില്ലാത്തവർ ആരായിരിക്കും എളുപ്പം? അതിൻ്റെ മുകളിലോട്ടുള്ളത് ഞാൻ പറയുന്നില്ല, പാഴ്സനേജ് കൊണ്ട് അങ്ങ് നിർത്തുക. ബാക്കി മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട, നമ്മൾ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നവരിലൂടെ ആയിരിക്കില്ല സാത്താൻ കാരണം സാത്താനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വളരെയധികം ബുദ്ധിയുള്ള ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റുക എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ് പിശാച്. പലപ്പോഴും നമ്മൾ പിശാചായി കാണുന്നത് ശത്രുക്കളെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടത് ആരെയാ? മിത്രങ്ങളെയാ. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യേശുവിന് ഇഷ്ടം പോലെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ആരെയാ അവർ കൂട്ടുപിടിച്ചേ? നമ്മുടെ ഭാഗ്യസ്മരണീയനായ അത്തനേഷ്യസ് തിരുമേനി പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല, അത് ഞാൻ നോക്കിക്കോളാം. എൻ്റെ മിത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അതുകൊണ്ട് ഈ 2026 പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി അറിയണമെന്ന് ഞാൻ വിചാരിക്കുക. നിങ്ങളുടെ മിത്രങ്ങളിലൂടെ ആയിരിക്കും സാത്താൻ പ്രവർത്തിക്കാൻ കൂടുതൽ സാധ്യത. കാരണം അവർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുക. അപ്പോൾ ആരുടെ രൂപത്തിലാണ് യേശുവിൻ്റെ അടുക്കൽ സാത്താൻ വന്നതെന്നൊന്നും നമുക്കറിയില്ല. സാത്താൻ ഏതു ഭാഷയിലായിരിക്കും സംസാരിച്ചത് യേശുവിനോട്? കാരണം അവിടെ സംസാരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അവർ തമ്മിലൊരു സംസാരം നടക്കുന്നുണ്ട്. സാത്താൻ്റെ ഭാഷ ഏതാ? ഏതു മനുഷ്യനെയാണോ സാത്താൻ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യൻ്റെ ഭാഷയാണ് സാത്താൻ്റെ ഭാഷ. നമ്മളിൽ ചിലരെങ്കിലും സാത്താൻ്റെ ഭാഷ എന്ന് കരുതുന്നത് ഈ ബാഹുബലിയിലെ കട്ടപ്പയുടെ ഭാഷയാണ്. അല്ല. മലയാളികളോട് മലയാളത്തിലും, തമിഴ്നാട്ടുകാരോട് തമിഴ്നാട്ടിലും, തെലുങ്കരോട് തെലുങ്കിലുമാണ്. സുറിയാനി മാത്രം അറിയാവുന്നവനോട് സുറിയാനിയിലും, അരാമ്യ മാത്രം അറിയാവുന്ന ആളോട് അരാമ്യ ഭാഷയിലും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കും സാത്താൻ സംസാരിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മളെ എങ്ങനെയാ വഴിതെറ്റിക്കുന്നത്? ആവട്ടെ, സാത്താനെ കുറിച്ച് പറയാനല്ലല്ലോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നാലും ആദ്യത്തെ ആ വാക്യങ്ങളൊക്കെ കാണുമ്പോൾ ചില കൗതുകം അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായും യേശുവിനോട് പിശാച് അല്ലെങ്കിൽ സാത്താൻ സംസാരിക്കുന്നത് യേശുവിൻ്റെ ഭാഷയിലായിരിക്കും. അത് മനുഷ്യൻ്റെ രൂപത്തിലാണോ മൃഗങ്ങളുടെ രൂപത്തിലാണോ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. എന്തായാലും യേശുവും പിശാചും തമ്മിൽ എന്തുണ്ട്? സംസാരിക്കുന്നുണ്ട് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇവിടെ 3 പരീക്ഷകളാണ്, അല്ലെങ്കിൽ 3 പ്രലോഭനങ്ങളാണ് സാത്താൻ യേശുവിൻ്റെ മുൻപിൽ വയ്ക്കുന്നത്. അതിലെ ഒന്നാമത്തെ പ്രലോഭനം നമ്മളവിടെ കാണുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കാം. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമായും ഈ പരീക്ഷയുമായി, ഈ പ്രലോഭനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇവിടെ സാത്താൻ ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളാണ്. എന്തൊക്കെയാണ് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങൾ? വീട്, ഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം,
താമസിക്കാൻ വീട്, ധരിക്കാനൊരു വസ്ത്രം. ഇത്രയും മനുഷ്യൻ്റെ അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങളാണ്. അപ്പം നമ്മളിൽ ചിലരെങ്കിലും കരുതിയിരിക്കുന്നത് അതൊരു കുറ്റമൊന്നുമല്ല, അടിസ്ഥാന ആവശ്യങ്ങൾ ഒരു തെറ്റല്ല എന്നാണ്. തെറ്റല്ല. പലപ്പോഴും ഈ ആർത്തിയും അത്യാഗ്രഹവുമാണ് സാത്താൻ ഉപയോഗിക്കുക എന്ന് നമ്മൾ കരുതരുത്. ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ പോലും സാത്താൻ പ്രലോഭനത്തിനുള്ള ഒരു സന്ദർഭമായി ഉപയോഗിക്കും. ഇവിടെ 40 ദിവസം ഉപവസിച്ച യേശുവിന് വിശക്കുന്നു. വിശന്നിരിക്കുന്ന ഒരാൾ, അതും എവിടെയാണ്? മരുഭൂമിയിലാണ് 40 ദിവസം ഉപവസിക്കുന്നത്. സ്വാഭാവികമായും ശരീരത്തിന് നല്ല തളർച്ചയും നല്ല ക്ഷീണവും ഒക്കെ കാണും. അതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ ചെന്ന് ഇന്നത്തെ പോലെ പോകുന്ന വഴി, ഒരുപക്ഷെ പോകുന്ന വഴിയിലൊന്നും കടകൾ കാണത്തില്ല. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വല്ല പൊരിപ്പുണ്ടെങ്കിൽ ഒരു പരിപ്പോടയോ ഒരു ചായയോ കഴിക്കാം. ഈ പുനലൂരെല്ലാം പൊരിപ്പെന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ എന്തോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ കടകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ നിന്ന് യേശു നടന്ന് സ്വന്തം ഭവനത്തിലെത്താൻ ഒരുപക്ഷെ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. അത്രയും ദൂരം വിശന്ന് തളർന്നിരിക്കുന്ന യേശു നടക്കേണ്ട, വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ തോന്നിയാൽ അതെങ്ങനാ തെറ്റാവുന്നത്? വിശപ്പ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. സാത്താൻ ചില സന്ദർഭങ്ങളിലെങ്കിലും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ തൻ്റെ പ്രലോഭനത്തിനുള്ള മുഖാന്തരമായി ഉപയോഗിക്കും. ഇവിടെ യേശുവിനോട് സാത്താൻ പറയുന്നത്, നീ വീട് വരെ ഒന്നും പോയി ഭക്ഷണം കഴിക്കാൻ നിൽക്കേണ്ട, ഒരു എളുപ്പ വഴിയുണ്ട്, ഒരു കുറുക്കു വഴിയുണ്ട്. അതുകൊണ്ട് സാത്താൻ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം എന്നത് എളുപ്പ വഴിയും കുറുക്കു വഴിയുമാണ്. നിങ്ങളെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും നല്ല വഴി, നമുക്ക് ആരെങ്കിലും കുറുക്കു വഴി നിർദ്ദേശിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ആ കുറുക്കു വഴി നിർദ്ദേശിക്കുന്നത് നമ്മുടെ ആർത്തിയോ അത്യാഗ്രഹമോ ഒന്നിനും വേണ്ടി ആയിരിക്കില്ല, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എളുപ്പ വഴിയാണ്, കുറുക്കു വഴിയാണ് സാത്താൻ സ്വീകരിക്കുന്ന ഒരു നല്ല സ്ട്രാറ്റജി. നമ്മളും വിചാരിക്കും അതിൻ്റെ അകത്ത് എന്താ തെറ്റ്, എളുപ്പത്തിൽ കാര്യം സാധിക്കാമല്ലോ. സാത്താൻ എളുപ്പ വഴിയും കുറുക്കു വഴിയും നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, ഇത് നമുക്കുള്ള കൊട്ടേഷനാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു പയ്യൻ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ, അപ്പോൾ ഒരു ദിവസം അവൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, എടാ നീ ഞാനും കൂടെ പഠിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എനിക്കത് ആദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഏതായാലും നീ പഠിക്കണം, നീ ഒരു കാര്യം ചെയ്യ്, നീ പരീക്ഷയ്ക്കായിട്ട് പഠിക്കുമ്പോൾ ആ പരീക്ഷ എഴുതുന്ന കടലാസ് എനിക്ക് തന്നേരും, നമ്മൾ അടുത്തടുത്തിരുന്നൊക്കെ അല്ലേ പരീക്ഷ എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നാണ് വചനം പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കെന്തോ കിട്ടും? അപ്പോൾ അവൻ പറഞ്ഞു, നമ്മുടെ സ്കൂളിൻ്റെ വാതുക്കൽ ഈ കോലയെ കുത്തിയ ഐസ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു സേമിയയൊക്കെ ചുറ്റിയ ഒരു ഐസുണ്ട്, ഒരു പരീക്ഷയ്ക്ക് ഒരൈസ്, കുഴപ്പമില്ല, നല്ല ഓഫറാണ്. അപ്പം ഞാനും വിചാരിച്ചു, വീട്ടിൽ ചെന്ന് അമ്മയോട് പൈസയൊക്കെ ചോദിച്ച് ഒരൈസ് വാങ്ങിച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല, വലിയ പാടാണ് എൻ്റെ അമ്മയെ പ്രസാദിപ്പിക്കാൻ. ആടിന്
പ്ലാവല പിടിച്ചു കൊടുക്കണം, പുല്ല് ചെത്തണം, വീടെല്ലാം വൃത്തിയാക്കണം. ഒത്തിരി കഷ്ടപ്പെട്ടാലേ ഒരൈസിനുള്ള വകുപ്പൊക്കും. ഇതാവുമ്പം എന്തായാലും പഠിക്കണം. അപ്പോൾ അവനൊരു എളുപ്പ വഴി എനിക്ക് നിർദ്ദേശിച്ചു. ഇനി അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞങ്ങളുടെ വീട്ടിലെ മമ്മിക്കൊരു ഈ പൈസയൊക്കെ ഇട്ട് വെക്കുന്നൊരു സഞ്ചിയുണ്ട് അല്ലേ, അത് പോൺസിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ കുട്ടിക്കൂറായുടെ കുപ്പിക്കകത്താണ് ഈ കോയിൻ എല്ലാം ഇടുന്നത്. എപ്പോഴെങ്കിലും അത് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ മമ്മി ഇല്ലെങ്കിൽ അത് കുനിച്ച് നിർത്തി സ്പൂണ് കൊണ്ട് കുത്തി നമ്മൾ പൈസ എടുക്കണം. അങ്ങനെയാണ് എനിക്ക് ഈ ATM എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത്. ഇതിന് പാസ്വേഡ് ഒന്നും വേണ്ട. ഒരുപക്ഷെ ഈ ടെക്നോളജി ആയിരിക്കും മിക്കവാറും ഉപയോഗിച്ചത്. വലിയ അത് എപ്പോഴും ഒന്നും ഒക്കത്തില്ല. ഇതാകുമ്പോൾ ഒരു പ്രയാസവും ഇല്ല. നേരെ എഴുതുന്നു, പേപ്പർ അങ്ങോട്ട് കൊടുക്കുന്നു, ജയിക്കുന്നു, പുറത്തോട്ടിറങ്ങുന്നു, ഐസ് വാങ്ങിക്കും. സൂപ്പർ ഐഡിയ. ആദ്യത്തെ പരീക്ഷ മലയാളമാണ്. ആത്മാർത്ഥമായിട്ട് പഠിച്ചു. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തെ പേപ്പർ എഴുതി അങ്ങോട്ട് കൊടുത്തു. അവനും നല്ല ആവേശത്തിലായിരുന്നു, അവൻ എഴുതി. രണ്ടാമത്തെ പേപ്പറും കൊടുത്തു. അതിൻ്റെ പകുതി ആയപ്പം ടീച്ചർ വന്ന് പിടിച്ചു. അപ്പോൾ അവൻ ആവേശം കൂടിയപ്പം പേപ്പറൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് എഴുതാൻ തുടങ്ങി. നമ്മുടെ ഒരു അച്ഛൻ്റെ കൊച്ചമ്മയായിരുന്നു മലയാളം ടീച്ചർ. ആ ടീച്ചർ തന്നെ പിന്നെ എൻ്റെ പള്ളിയിൽ ഞങ്ങളുടെ അച്ഛനായിട്ടും വന്നു. ആ അച്ഛൻ എന്നെ പിടിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനെ എന്തിൻ്റെ ഗണത്തിൽപ്പെടും? കോപ്പിയടിയുടെ ഗണത്തിൽപ്പെടും. ടീച്ചർ നോക്കിയപ്പോൾ അത് കോപ്പിയടിയാ. എനിക്ക് അത് എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതായിട്ട് തോന്നിയുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഒരു പാപമോ കുറ്റമോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവനെ സഹായിക്കുക, ഉള്ളവനില്ലാത്തവന് കൊടുക്കണമെന്നാണല്ലോ. ചുരുക്കത്തിൽ ഞാനും തോറ്റു, എൻ്റെ കൂട്ടുകാരനും തോറ്റു. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, നാടൻ ബോംബ്, എഴുതുന്നു, കൊടുക്കുന്നു, അങ്ങോട്ട് ഇറങ്ങുന്നു, ഐസ് തിന്നുന്നു. അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ എൻ്റെ ആരല്ല, ശത്രുവല്ല. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരുത്തനായിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് എന്തോ കൊണഷ്ടുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ. ഇവൻ എൻ്റെ ബഡ്ഡി ആയതുകൊണ്ട് ഞാൻ ഒട്ടും സംശയിച്ചില്ല. അപ്പം സാത്താൻ ആരിലൂടെ ഓപ്പറേറ്റ് ചെയ്ത്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു ഐസ്ക്രീം കഴിക്കാൻ എൻ്റെ മുൻപിലുള്ള വഴികളെല്ലാം ബുദ്ധിമുട്ടുള്ള വഴികളാണ്, വലിയ അധ്വാനമുള്ള വഴികളാണ്. വീട്ടിലൊത്തിരി പണി ചെയ്യണം, അമ്മയെ സന്തോഷിപ്പിക്കണം. ഇതൊന്നുമില്ല ഒരു എളുപ്പ വഴി. സാത്താൻ്റെ പ്രലോഭനമെന്ന് പറയുന്നത് എളുപ്പ വഴിയാണ്. ഇവിടെ യേശുവിനോട് പറയുന്നത് എളുപ്പത്തിലുള്ള ഒരു വഴിയാണ്. എന്നാൽ പ്രകൃതിയിൽ അപ്പമുണ്ടാക്കാനുള്ള വഴിയെന്ന് പറയുന്നത് അത് മണ്ണിൽ തുടങ്ങി അടുക്കളയിൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട വഴിയാണ്. കൃഷി ചെയ്യണം, അധ്വാനിക്കണം, വളമിടണം, വെള്ളമൊഴിക്കണം, അത് കൊയ്യണം, അത് മെതിക്കണം, അത് കമ്പോളത്തിലെത്തിക്കണം, പിന്നീട് അത് വാങ്ങിക്കണം, പൊടിക്കണം. അതുകൊണ്ട് അപ്പമുണ്ടാക്കാനുള്ള വഴി ക്ലേശം നിറഞ്ഞ നീണ്ടു നിൽക്കുന്ന എളുപ്പമല്ലാത്ത വഴിയാണ്. എന്നാൽ ഒത്തിരി എളുപ്പ വഴികൾ നമ്മുടെ മുൻപിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സാത്താൻ നമുക്ക് മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ പ്രലോഭനം എളുപ്പത്തിൽ കാര്യം സാധിക്കുക എന്നുള്ളതാണ്. എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്തുക. എളുപ്പ വഴി കുറുക്കൻ്റെ വഴിയാണ്. എളുപ്പ വഴി പിശാചിൻ്റെ വഴിയാണ്. എളുപ്പ വഴി ദൈവത്തിൻ്റെ വഴിയല്ല. കല്ലിനെ അപ്പമാക്കാനാണ് സാത്താൻ പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ വഴി എന്ന് പറയുന്നത് കല്ലിനെ അപ്പമാക്കുന്ന എളുപ്പ വഴിയല്ല, മറിച്ച് സ്വയം അപ്പമാകുന്ന, ജീവന്റെ അപ്പമാകുന്ന വഴിയാണ് യേശുവിൻ്റെ വഴി. അതുകൊണ്ട് കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പമായി തീരാനാണ് യേശുവിൻ്റെ വഴി. അതാണ് ദൈവത്തിൻ്റെ വഴി.
പക്ഷേ സാത്താൻ പറയുന്നത് എന്താണെന്നറിയാമോ? അതെന്തിനാ നീ അങ്ങനെ കഷ്ടപ്പെടുന്നത്? നീ ലോകത്തിൻ്റെ അപ്പമാകുന്നതിന് പകരം നീ നിന്റെ അപ്പത്തിൻ്റെ വഴി നോക്കണം. അപ്പോൾ എന്താണ് പ്രലോഭനം? എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാത്താന് മനസ്സിലായി എളുപ്പത്തിലൊന്നും യേശുവിനെ അങ്ങനെ വളയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാത്താൻ വേറെ ഒരു സ്ട്രാറ്റജി, ഒന്ന് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യം, വിശപ്പെന്ന മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യത്തെ സാത്താൻ ഒരവസരമാക്കുകയാണ്. എന്നാൽ ഈ അവസരത്തിൽ യേശുവിനെ വഴിതെറ്റിക്കാൻ, പ്രലോഭിപ്പിക്കാൻ, കുരിശിൻ്റെ വഴിയിൽ നിന്ന്, ജീവൻ്റെ അപ്പമാകുന്ന വഴിയിൽ നിന്ന് യേശുവിനെ വഴിതെറ്റിക്കാൻ സാത്താൻ മനോഹരമായ ഒരു തന്ത്രം ഉപയോഗിക്കുന്നു. അവിടെ പറയുന്നത്, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ, അതാണ്. അത് വെറുതെ പറയുന്നതല്ല, അതിൻ്റെ അകത്തൊരു പ്രകോപനമുണ്ട്. നമ്മൾ എപ്പോഴാണ് വല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്? നമ്മളെ പ്രകോപിപ്പിക്കുമ്പോഴും ചൊറിയുമ്പോഴും, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ ആളത്വത്തെ കയറി മാന്തുമ്പോഴാണ് നമ്മൾ ചാടി കയറി പ്രതി. അതുവരെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. നമ്മുടെ വീട്ടിലൊക്കെ അമ്മായിയമ്മയും മരുമോളും കൂടെ ഒക്കെ, അതൊക്കെ ഒരു സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഒരു, എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാകുമ്പം നിങ്ങളുടെ മോനെ കൊണ്ട് മരുമോക്കിട്ട് 2 കൊടുപ്പിക്കണമെന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഇത് നിങ്ങൾക്ക് പ്രയോഗിക്കാം, ഞാനത് പറഞ്ഞു തരുന്നെങ്കിലും ഈ വർഷം അത് നല്ലൊരു വർഷമായിട്ട് നിങ്ങൾക്കത്, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നിങ്ങളതിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഒന്ന് ഉപയോഗിച്ച് നോക്കാം. എന്താണ്? നിങ്ങൾ ഒരൊറ്റ ഡയലോഗ് അടിച്ചാൽ മതി, നീ ഒരാണാണോടാ, ആണുങ്ങളാണെങ്കിൽ ഇങ്ങനാണോടാ, മീശയും വെച്ചുകൊണ്ട് നടക്കുക, എന്തിനാടാ ഈ മീശ? അപ്പം അതുവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ ചെറുക്കൻ വരുന്നില്ലെങ്കിൽ അവനെ വളയ്ക്കാനുള്ള, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പെരുമാറാനുള്ള എളുപ്പ വഴി അവനെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. അതുവരെ നിങ്ങൾ എന്തു പറഞ്ഞാലും ഭാര്യയെ തല്ലണ്ടെന്ന് വിചാരിക്കുന്നവൻ, ഈ കള്ളു കുടിക്കുന്നവരെ ഒരു ദിവസം കള്ളു കുടിക്കണ്ടെന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടെ പിടിക്കുന്നു, എടാ വാടാ 2 അടിച്ചിട്ട് പോവാ. വേണ്ടടാ ഞാൻ നിർത്തി, അവക്കിഷ്ടമല്ല മദ്യപിച്ചിട്ട് ചെല്ലുന്നു. അപ്പോൾ ഉടനെ എന്നാൽ ശരിയടാ കുഴപ്പമില്ല വേണ്ട എന്ന് പറയില്ല. അവനെ കൊണ്ട് കുടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? കുടിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ നിൽക്കുന്ന ഒരുത്തനെ, എന്താ കുടിക്കാത്തത്? ഓ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലടാ, ഇതിൻ്റെ മണമൊന്നും പുള്ളിക്കാരിക്ക് അത്ര പിടിക്കത്തില്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്ന ഒരാൾ പാട്ടും പാടി നിങ്ങളുടെ പുറകെ വരും. എങ്ങനെ പറയണം? നാണമില്ലേടാ, പെണ്ണുമ്പിള്ളെ പേടിച്ച് ജീവിക്കുന്നു, എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ? അതുവരെ അത് കേൾക്കുമ്പോൾ അവനെയായിരിക്കും, ആഹാ, സംശയമുണ്ടോ? നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക്. അപ്പോൾ ഏതൊരാളെയും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി ആ ആളെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരാളുടെ ആണത്വത്തെ കയറി ഒന്ന് മാന്തി നോക്കിക്കേ. ഈ ആശിഷച്ചൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഞാനും അച്ഛൻ്റെ ക്ലാസ്സിൽ പോയതാ, പഠിപ്പിച്ചൊന്നൊന്നും പറയാം.
അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഞാനിങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഞാനൊരു മണ്ടത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക, മിക്കവാറും അതായിരിക്കും പറഞ്ഞത്. അപ്പം ഞാൻ ആ പറഞ്ഞതിൻ്റെ അകത്തൊരു തെറ്റുണ്ട്. അപ്പോൾ ആശിഷ് അച്ഛൻ, അല്ലെങ്കിൽ അന്ന് ആശിഷാണ്, അച്ഛൻ ആ പറഞ്ഞത് തെറ്റാണ്. അപ്പം അപ്പോഴാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞത് ബ്ലണ്ടറാണല്ലോ. അപ്പം ഞാനതങ്ങ് തിരുത്തും. അയ്യോ സോറി ആശിഷേ, ഞാനത് ഓക്കെ. എന്നാൽ ഈ ആശിഷിനെ ഇഷ്ടമില്ലാത്ത ഒരാൾ ആ ക്ലാസ്സിലുണ്ടെങ്കിൽ എന്തു ചെയ്യും? രാത്രിയിൽ ഞാൻ താമസിക്കുന്നിടത്ത് നിക്കോദിമോസിനെ പോലെ വരും. മനസ്സിലായോ? അവരെപ്പോഴും ആക്റ്റീവ് ആകുന്നത് രാത്രിയിലാണ്. അപ്പം നിക്കോദിമോസിനെ പോലെ ഒരാൾ എൻ്റെ അടുക്ക ഒരു അച്ഛൻ എന്തുകൊണ്ടെന്ന് എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്ന് ആശിഷേ, ഞാൻ പറഞ്ഞു ഞാനത് തെറ്റ് പറഞ്ഞതല്ലേ, ആശിഷ് അതങ്ങ് തിരുത്തിയല്ലേ. എന്നാലും അച്ഛാ ഒരു അധ്യാപകനോടൊക്കെ അങ്ങനെ പറയാമോ? അപ്പം അതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് തെറ്റുപറ്റിയതിൻ്റെ ഒരു ജാള്യതയിലാണ് ഞാൻ അതുവരെ നിൽക്കുന്നത്. എന്നാലും ക്ലാസ്സിലൊക്കെ പോയി മണ്ടത്തരം പറഞ്ഞ് കുറച്ചുകൂടെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോകാമായിരുന്നു എന്ന് ഇരിക്കുമ്പോൾ എന്നെ ആശിഷിനെതിരെ തിരിക്കണമെങ്കിലുള്ള എളുപ്പ വഴി എന്താ? രാത്രി വരിക. അച്ഛാ, എന്നാലും അവനി അഥവാ അവൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകനോടൊക്കെ അങ്ങനെ പരസ്യമായി പറയാമോ? അല്ലേലും അച്ഛാ അവൻ അധ്യാപകരെ പുച്ഛമാണ്. ഇത് ആശിഷ് മനസാ വാചാ ചിന്തിച്ചിട്ടുള്ള കാര്യമല്ല. അവനത് പറഞ്ഞപ്പോൾ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുമില്ല. പക്ഷേ എന്നാലും ഒരധ്യാപകനോടങ്ങനെ പറയാമോ? അപ്പോഴത്തേക്കാണ് എൻ്റെ ഈഗോ ഉണരും. സാത്താൻ എപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈഗോയെ കയറി മാന്തിയ. അതുവരെ നമ്മൾ ഇതൊന്നും കൂസത്തില്ലെങ്കിലും നീ ദൈവപുത്രനാണെങ്കിൽ, കാരണം ദൈവപുത്രനാണോ എന്നൊരു സംശയത്തിൻ്റെ കാര്യമില്ല. കാരണം യോർദാനിൽ യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എല്ലാവരും കേട്ടതാണ്. ആൻഡ് there was a heavenly attestation as well. So now everyone knows Jesus is the Son. പക്ഷെ എന്നാലും സാത്താൻ കയറി ഒന്ന് മാന്തുക. ഇപ്പം ഞങ്ങൾ പള്ളികളിലൊക്കെ കമ്മിറ്റിയൊക്കെ നടത്തുമ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലൊന്നും ഒരു യോജിപ്പുണ്ടാവണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ കമ്മിറ്റിയിലൊക്കെ വിമർശനമൊക്കെ വരും. നമ്മളതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് എടുക്കും. എന്നാൽ ആ വിമർശനം പറഞ്ഞ ഒരാളെ എനിക്കെതിരെ തിരിക്കണമെങ്കിലുള്ള എളുപ്പ വഴി എന്താ? ഇതിൻ്റെ വേറെ പല വേർഷനാണ് ഈ അരമനകളിലൊക്കെ നടക്കുന്നത്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു അച്ഛനെതിരെ തിരിക്കണമെങ്കിൽ, കാരണം ഈഗോയെ തൊട്ടാൽ വഴുതി വീഴാത്ത മനുഷ്യർ വളരെ കുറവാണ്. ഒരുപക്ഷെ കള്ള് കാണിച്ചാൽ നിങ്ങൾ വഴിതെറ്റില്ല. ഒരുപക്ഷെ ഒരു സ്ത്രീയെ കാണിച്ചാൽ നിങ്ങൾ വഴിതെറ്റണമെന്നില്ല. പണം കൊടുത്താൽ വഴിതെറ്റണമെന്നില്ല. ഒരുപക്ഷെ ഏതെങ്കിലും സ്ഥാനം കൊടുത്താൽ വഴിതെറ്റും. പക്ഷേ നിങ്ങളുടെ ഈഗോയെ തൊട്ടാൽ, അതുകൊണ്ട് ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, സാത്താൻ നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാന തന്ത്രമെന്നത് നമ്മുടെ ഈഗോയെ കയറി മാന്തും എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ, നീ ഒരാണാണെങ്കിൽ, നീ ഒരച്ഛനാണെങ്കിൽ, നിനക്ക് മീശയുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പം ചാടിക്കേറി നമ്മളങ്ങ് ഇറങ്ങും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് ആരുടെ സൂത്രമാണ്, ആരുടെ തന്ത്രമാണ്? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. അതുകൊണ്ട് ഒന്നാമത് എനിക്ക് പറയാനുള്ള, യേശുവിൻ്റെ ഒന്നാമത്തെ പ്രലോഭനം പരീക്ഷയിൽ 2-3 കാര്യങ്ങളാണ് നമ്മൾ അതിനോട് ഒന്ന്, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ പോലും പലപ്പോഴും നമ്മൾ അത്യാഗ്രഹമോ ഒക്കെ വരുമ്പോഴാണ്, അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം, അത് സാത്താൻ്റെ തന്ത്രമാണെന്ന് നമുക്കറിയാം. എന്നാൽ ചിലപ്പോഴെങ്കിലും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ പോലും സാത്താൻ തൻ്റെ പരീക്ഷണത്തിനുള്ള അവസരമാക്കാം. രണ്ടാമത് നമ്മളവിടെ പറഞ്ഞത്, യേശുവിനെ പെട്ടെന്ന്
പറഞ്ഞ് വഴിതെറ്റിക്കാനാവില്ല എന്നറിഞ്ഞതുകൊണ്ടാവണം യേശുവിൻ്റെ ആളത്വത്തെ, യേശുവിൻ്റെ ഈഗോയെ പ്രൊവോക്ക് ചെയ്യുകയാണ്. പലപ്പോഴും നമ്മുടെ ഈഗോയെ കയറി മാന്തുമ്പോഴാണ് നമ്മുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെടുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ചില പത്രസമ്മേളനങ്ങളൊക്കെ കയറിയാൽ അടിച്ച് മൈക്കൊക്കെ തെറിപ്പിക്കുന്നതിൻ്റെ കാര്യം പെട്ടെന്ന് കയറി ഒരു ചൊറിച്ചിൽ കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. രണ്ടാമത്തെ പരീക്ഷണം, അവിടുന്ന് യേശുവിനെ നേരെ ഒരു പള്ളിയുടെ മുകളിലോട്ട് കൊണ്ടുപോവുക. പള്ളിയുടെ മുകളിൽ കൊണ്ടു നിർത്തി എന്നിട്ട് പറഞ്ഞ് ചാടിക്കോളാൻ പറഞ്ഞു. യേശു ചാടുവോ? ഇത് പാരാസൈലിംഗ് ഒന്നും അല്ലല്ലോ ചാടാൻ, പാരച്യൂട്ടൊന്നും ഇല്ല. അപ്പം ഈ ഹൈറ്റ് എല്ലാം കൂടെ ഒക്കെ നോക്കിയപ്പം യേശുവിന് ചാടാൻ തോന്നിയില്ല. ദൈവപുത്രനൊക്കെയാണ്, പക്ഷേ ഹൈറ്റ് നോക്കിയപ്പോൾ ചാടാനൊരു ധൈര്യക്കുറവ്. അപ്പോൾ ഇങ്ങനെ മടിച്ച് യേശു നിന്നപ്പോൾ സാത്താൻ ഒരു പുതിയ സ്ട്രാറ്റജി എടുക്കുക. ഇവിടെ നീ ദൈവപുത്രനാണെങ്കിലൊന്നും പറയുന്നില്ല. അവിടെ പറയുന്നത് എന്താണ്? നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ആദ്യത്തെ പരീക്ഷണത്തിൽ ഈ ഈഗോയെ കയറി ചൊറിഞ്ഞിട്ടും യേശു വീണില്ല. അങ്ങനെ ഈഗോയെ മാന്തിയാൽ വീഴത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടാമത്തെ പരീക്ഷണത്തിൽ സാത്താൻ ഒരു പുതിയ സ്ട്രാറ്റജി എടുക്കുക. അതെന്താണെന്നറിയാമോ? ഒരു വേദപുസ്തക വാക്യം കോട്ട് ചെയ്യുക. എങ്ങനെയുണ്ട് സാത്താൻ? നമ്മളിൽ പലരും, അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരും ഒരുപക്ഷെ ഈഗോ നമുക്ക് ഹാൻഡിൽ ചെയ്യാനറിയാം. പക്ഷേ ഒരു വാക്യം പറഞ്ഞു പോയാൽ നമ്മൾ തെന്നിയടിച്ച് വീഴും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവും. എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇപ്പം ഇതൊരു എക്യുമെനിക്കലാണെങ്കിലും മാർത്തോമാക്കാരെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാനുള്ള ഒരു നല്ല സ്ട്രാറ്റജി ഒരു വാക്യം എടുത്ത് വീശിയാൽ മതി. ഇത് ആരുടെ തന്ത്രമാണ്? കാരണം വാക്യം കേട്ടാൽ അപ്പം നമുക്ക് പ്രശ്നം, കൺഫ്യൂഷനാണ്. അപ്പം യേശുവിൻ്റെ അടുക്കൽ പോലും ദൈവപുത്രനായ യേശുവിനെ പോലും വഴിതെറ്റിക്കാൻ വചനം ഒരായുധമാക്കി മാറ്റുകയാണ് സാത്താൻ. അതുകൊണ്ട് സാത്താൻ്റെ സ്ട്രാറ്റജിയിൽ ഇതും കൂടെ. സാത്താൻ്റെ റെപ്പർട്ടോറെ, സാത്താൻ്റെ ആവനാഴിയിൽ ഉള്ള പല ആയുധങ്ങളിൽ ഒരായുധം എന്ന് പറഞ്ഞാൽ വാക്യമെടുത്ത് വീശും. ഒരുവിധപ്പെട്ടവരെയൊക്കെ നമുക്ക് എന്തു പറഞ്ഞ് വഴിതെറ്റിക്കാം? വാക്യം പറഞ്ഞാൽ മതി. പണ്ട് രണ്ട് ഭക്തന്മാർ ഒരു സ്ഥലത്ത് യാത്ര പോയി. അപ്പോൾ ഒരു വഴിക്ക് പോവുകയാണ്, വൈകുന്നേരത്തെ വരത്തുള്ളൂ. അതിൽ ഒരാൾ ചോറെടുത്തിരുന്നു, വാഴയിലക്കകത്ത് ചോറൊക്കെ എടുത്തു. അപ്പോൾ നല്ല വാട്ടിയ ഇലക്കകത്തോട്ടെ ചോറൊക്കെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് പാവയ്ക്കാൻ മെഴുക്ക് പുരട്ടി, പിന്നെ മാങ്ങാ ചമ്മന്തി, ഒരു മുട്ട പൊരിച്ചത്, ഇതെല്ലാം കൂടെ വരും. ഇതങ്ങോട്ട് തുറക്കുമ്പോൾ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. വല്ലാത്ത ഒരു വശ്യതയാണ് ഈ പൊതിച്ചോറിന്. ഞാനൊരിക്കൽ സേലത്തെൻ്റെ പള്ളിയിലോട്ട് പോകുമ്പം ഇതുപോലെ വീട്ടിൽ നിന്ന് അമ്മ ചോറും പൊതിയൊക്കെ പൊതിഞ്ഞു തന്നു. ഉച്ചയ്ക്ക് ചോറും പൊതി തുറന്നപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ ഒരു മദാമ്മ ഉണ്ടായിരുന്നു. മദാമ്മയ്ക്ക് ഇത് കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പൊതിയുടെ കാര്യമാണ് പറഞ്ഞു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മദാമ്മ പറഞ്ഞു, എനിക്കതിൽ ഒരു ഇച്ചിരി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത്രയ്ക്ക് വശ്യതയാണ് ഈ ചോറും പൊതി. അപ്പോൾ ഈ ചോറും പൊതി കൊണ്ടുവന്ന ഭക്തൻ പൊതിയൊക്കെ തുറന്ന് ചോറുണ്ണാൻ തുടങ്ങി. വിശപ്പിന് ഭക്തിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലല്ലോ, മറ്റേ പുള്ളിക്കും വിശപ്പുണ്ട്. പക്ഷെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി ചോറ് കിട്ടിയിട്ട് ചാവാമെന്ന് വിചാരിച്ചാൽ ഇവനാണെങ്കിൽ അറത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ, അവൻ തരത്തില്ലെന്നറിയാം. പക്ഷേ ഇവനെ കുപ്പിയിലാക്കണമെങ്കിൽ, കാരണം ഇവൻ ഭക്തനാണ്, ഇവൻ്റെ കയ്യിൽ നിന്ന് ചോറടിച്ചു മാറ്റണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരു വാക്യം പറയണം. അതിന് പറ്റിയൊരു വാക്യം.
പുള്ളി കുറേ നേരം ആലോചിച്ചു. നല്ലൊരു വാക്യം കിട്ടി. അവനോട് പറഞ്ഞു, എടാ വചനത്തിൽ എന്താ പറയുന്നത്? വചനത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും, നീ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരണം. എടാ അങ്ങനല്ല, നിന്റെ അയൽക്കാരനെ, നിന്റെ സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നല്ലേ വചനം പറഞ്ഞു. വചനം കേട്ടപ്പോഴത്തേക്ക് അവനങ്ങ് ഗിൽറ്റായി. ശരിയാണല്ലോ, ഇത്രയും നേരം കൊടുക്കാത്തവനാ ചോറ്. കൂടെ വന്നയാൾ കഴിച്ചിട്ടില്ലെന്നും ചോറില്ലെന്നും ഒക്കെ അറിയാം, പക്ഷെ കൊടുക്കില്ല. അങ്ങനെ ഒരുത്തനെ കൊണ്ട് ചോറ് കൊടുപ്പിക്കണമെങ്കിൽ വാക്യം എടുത്ത് വീശുകല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നിന്റെ സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഭയങ്കര ഗിൽറ്റ്. ചോറും പൊതി എടുത്താൽ കൊടുത്തു, നീ കഴിക്കും. എന്നാൽ ഒരു 3-4 ഉരുളയൊക്കെ ഉണ്ടതുകൊണ്ട് കയ്യിലൊക്കെ ഇച്ചിരി ചോറിൻ്റെ മണമൊക്കെ ഉണ്ട്. ഇവൻ ഇതിങ്ങനെ മണപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അവനാണെ ചോറ് കഴിക്കാനും തുടങ്ങി. അവനോട് അവൻ്റെ കയ്യിലെ ചോറ് ഇച്ചിരി കിട്ടാൻ എന്താ വഴി? ഈ വാക്യം എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ തരുമല്ലോ. അപ്പോൾ അവനോട് പറഞ്ഞേടാ, നീയല്ലേ പറഞ്ഞത് നിന്റെ സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന്? അപ്പം അവൻ പറയാ, വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ അയൽക്കാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. ഇതൊരു സാങ്കല്പിക കഥയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ വാക്യം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവനവൻ്റെ കാര്യം നടത്തിയെടുക്കാൻ വാക്യത്തെ. കാരണം നമ്മൾ ഉടനെ പറയും വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വചനം ഇങ്ങനെ പറയുന്നു, വചനത്തിൽ ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പറയില്ല. ഇതൊരു എക്യുമെനിക്കൽ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ 3-4 എണ്ണം കൂടെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പള്ളിയിൽ പിരിവിനാരെങ്കിലും വരുമ്പോൾ അവർ ഉപയോഗിക്കുന്നൊരു വാക്യമാണ് അമർത്തി കുലുക്കി കൊടുക്കണം. വല്ലാത്ത കുലുക്കാണ് ആ ഞായറാഴ്ച. പിന്നെ വിധവയുടെ 2 വെള്ളിക്കാശ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ബാക്കി ഒരു ഞായറാഴ്ചയും ആ വാക്യം പ്രസംഗിക്കത്തില്ല. അന്നത്തെ ദിവസം പിരിവിൻ്റെ അന്ന് ഈ വാക്യം പറയുന്നതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് അടിച്ചു മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വചനം എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്നത് പ്രധാനമാണ്. എല്ലാം വാക്യമാണ്, പക്ഷെ ഈ വാക്യം പറയുന്നതിൻ്റെ പിന്നിൽ എന്ത് അജണ്ടയാണ് ഉള്ളത്? എന്തുകൊണ്ടാണ് സാധാരണ ഒരു ഞായറാഴ്ച വിധവയുടെ 2 വെള്ളിക്കാശിനെ കുറിച്ച്, കാരണം അന്ന് പിരിവില്ലല്ലോ. എന്തുകൊണ്ടാണ് അമർത്തി കുലുക്കി കൊടുക്കുന്നതിനെ കുറിച്ച് സാധാരണ ഒരു ഞായറാഴ്ച പറയാത്തത്? പിരിവുള്ള ഞായറാഴ്ച മാത്രം ചില വാക്യങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക അന്ന് വീശാൻ. ഇവിടെ സാത്താൻ എടുത്ത് വീശുന്നത് എന്താണ്? വാക്യമാണ്. അതുകൊണ്ട് മർത്തോമാക്കാരോട് പറയാം, മറ്റുള്ളവരോട് പറയാൻ എനിക്ക് അവകാശമില്ല. ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പം ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കണം. അതെന്തൊക്കെയാണ്? എനിക്കങ്ങ് മുട്ടി നിൽക്കുമോ അത് പറയാഞ്ഞിട്ട്. പക്ഷേ ഇത് എക്യുമെനിക്കലായിപ്പോയി. ഇതാണ് ഈ എക്യുമെനിക്കലിന് ഞാൻ പോകാത്തത്. കാരണം നമുക്ക് പറയേണ്ട പല കാര്യങ്ങളും അതിനും പോരാത്തതിന് ഈ സൂത്രം ലൈവ്. മനുഷ്യന് സമാധാനത്തോടൊരു കാര്യം പറയാൻ പറ്റത്തില്ല. പോട്ടെ, ഞാൻ പറഞ്ഞ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. രാത്രി എനിക്ക് ഈ വഴിയോടെ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ സാത്താനാണ് വേദപുസ്തക വാക്യം എടുത്ത് ഉദ്ധരിക്കുന്നത്. ഇതൊരു ചെറിയ സ്ട്രാറ്റജി അല്ല. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ആത്മീക മേഖലയിൽ ഏറ്റവും അധികം സർവ്വസാധാരണമായി സാത്താൻ ഉപയോഗിക്കുന്ന ഒരായുധം വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ പെറുക്കിയെടുത്ത് വായിക്കും. എന്നാൽ വചനത്തെ സാത്താൻ ആയുധമാക്കുമ്പോൾ സാത്താൻ്റെ പ്രലോഭനത്തെ നേരിടാനുള്ള ആയുധം വചനം തന്നെയാണ്. നീ മുകളിൽ നിന്ന് ചാടിക്കോ, ദൈവദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും. അത് ദൈവത്തിന് ചിലരുണ്ടല്ലേ, ദൈവത്തിൻ്റെ പ്രോമിസെ മുറുക്ക പിടിച്ചു പറഞ്ഞോണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങും. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? കർത്താവ് ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ വന്നിട്ട് വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ വചനത്തിൽ ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടില്ലേ, അതാണ് അതിന് മറുപടി. അയ്യോ, ഇപ്പോഴാണോ സത്യം ഞാൻ അറിഞ്ഞേ, ഈ വചനത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ.
യേശു എന്താ പറഞ്ഞത്? അങ്ങനെ വചനത്തിലുണ്ട്, പക്ഷെ വചനത്തിൽ ഇങ്ങനെയും കൂടെ ഉണ്ട്. നമ്മൾ ഈ വാക്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. വേദപുസ്തകത്തിൽ എല്ലാത്തിനും വാക്യമുണ്ട്. പൈസ കൊടുക്കാൻ വാക്യമുണ്ട്, കൊടുക്കാതിരിക്കാൻ വാക്യമുണ്ട്, അപ്പനെ അമ്മയെ നോക്കാതിരിക്കാൻ വാക്യമുണ്ട്, നോക്കാൻ വാക്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ചില സമയത്ത് പിള്ളേരുടെ കുരുത്തക്കേട് കാണുമ്പോൾ കാലേ വാരി നിലത്തടിക്കണമെന്ന് തോന്നും. അതിനും വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്ന മനുഷ്യൻ. അപ്പം ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നും വാക്യം എടുത്ത് വീശുമ്പം അത് ദൈവവചനമാണെന്ന് ധരിക്കരുത്. കാരണം സാത്താൻ പോലും, ആ വാക്ക് അണ്ടർലൈൻ ചെയ്യണം, സാത്താൻ പോലും സാക്ഷാൽ യേശുവിനെ വഴിതെറ്റിക്കാൻ ഉപയോഗിക്കുന്നത് വചനത്തിലെ ചില വാക്യങ്ങളാണ്. യേശുവിനോട് പറയുന്നു, നീ ചാടിക്കൂ. കാരണം വേദപുസ്തകത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിന്റെ ദൂതന്മാർ നിന്നെ കല്ലിന്മേൽ തട്ടിപ്പോകും, ഒന്നും സംഭവിക്കത്തില്ല, നിന്നെ താങ്ങിക്കൊള്ളും. ശരിയാണ്, വേദപുസ്തകത്തിൽ അങ്ങനൊരു വാക്യമുണ്ട്. പക്ഷേ യേശു പറയുന്നു, വേദപുസ്തകത്തിൽ ഇങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ നമ്മൾ പറഞ്ഞത്, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സാത്താൻ ചിലപ്പോഴെങ്കിലും തനിക്കുള്ള അവസരമാക്കാം. അത്തരം അവസരങ്ങളിൽ നമ്മുടെ ഈഗോയെ, നമ്മുടെ ഐഡന്റിറ്റിയെ കയറി മാന്തിയായിരിക്കും സാത്താൻ ചിലപ്പോൾ നമ്മെ സാത്താൻ്റെ വഴിയിലോട്ട് കൊണ്ടുപോകുന്നത്. രണ്ട്, ചില സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ പരീക്ഷയിൽ നമ്മൾ കാണുന്നത്, സാത്താൻ ആദ്യം വിശപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ വചനമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും ഒരാൾ ഒരു വാക്യം ഉദ്ധരിച്ചതുകൊണ്ട് നമ്മൾ ഉടനെ അതിൽ കയറി കൊത്തൽ. യേശു എന്ത് ചെയ്യുന്നു? വചനത്തിൽ ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ നമ്മളവിടെ കാണുന്നത്, യേശുവിനെ ഒരു ഉയർന്ന മലയിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ മതി, എല്ലാം തരാം. അപ്പോൾ ഇവിടെ സാത്താൻ മറ്റൊരു സ്ട്രാറ്റജിയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ സാത്താൻ പറയുക, നിന്നെ ഞാൻ വളരെ പെട്ടെന്ന് സമ്പന്നനും പ്രശസ്തനും ഒക്കെ ആക്കാം. നിനക്ക് അധികാരം തരാം, നിനക്ക് അർത്ഥം തരാം, നിനക്ക് ധനം തരാം, നിനക്ക് പ്രശസ്തി തരാം. ഇവിടെ നമ്മുടെ മുൻപിലുള്ള ഒരു ആലോചനയായി വരേണ്ടത്, അല്ലെങ്കിൽ ആലോചനയായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കി തരാമെന്ന് പറയുന്ന ഒത്തിരി ഗോഡ് ഫാദേഴ്സിൻ്റെ കാലമാണ്. അതുകൊണ്ട് സാത്താൻ പ്രവർത്തിക്കുന്നത് ഗോഡ് ഫാദേഴ്സ് എന്ന് സ്വയം വിളിക്കുന്നവരിലൂടെയും കൂടെയാണ്. ഞാനത് വിശദീകരിക്കാം. അതും ഒരു എളുപ്പ വഴിയാണ്. സാത്താൻ ഇവിടെ ഒരു ഗോഡ് ഫാദറായി, ഒരു തലതൊട്ടപ്പനായി, ഒരു തമ്പുരാനായി സ്വയം ചമയ, നിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കാം. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ കഴിവുള്ളവർ എന്ന് കരുതുന്ന മനുഷ്യർ ഒത്തിരിയുണ്ട്. അങ്ങനെ ഉള്ളവരെ നമുക്ക് ഗോഡ് ഫാദേഴ്സ് എന്ന് വിളിക്കാം. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇനിയിപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഇലക്ഷനൊക്കെ വരികയല്ലേ, പല പള്ളികളിലും ആളുകൾ നിൽക്കും. അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, നിന്നതല്ല നിർത്തിയതാണ് എന്ന് പറയുന്നത്. അവർ സ്വയം അവർക്ക് വേണ്ടി നിന്നല്ല, അവരെ ആരോ, ഇതിനാണ് ഈ ബിനാമി ഇടപാടെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ സ്വത്ത് കച്ചവടത്തിൽ മാത്രമല്ല, അവർക്ക് വേണ്ടിയല്ല, അവർ വേറെ ആർക്കോ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ പള്ളിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനം വേണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പോകണമെങ്കിൽ, ഇവിടെ പോകണമെങ്കിലൊക്കെ
നമ്മുടെയൊക്കെ പള്ളികളിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുമൊക്കെ ഓരോ പള്ളിയിലും ഓരോ പല ഗോഡ് ഫാദേഴ്സ് ഉണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്താവണം. അത് രാഷ്ട്രീയത്തിലുണ്ട്, ഇടവകളിലുണ്ട്, സഭാതലത്തിലുണ്ട്. നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കിത്തരാം എന്ന് പറയുന്നവർ ഒന്നും ആക്കണ്ട. എന്നെ എന്തെങ്കിലും ആക്കണമെങ്കിൽ ദൈവമാക്കുന്നെങ്കിൽ മതി. ഇവിടെ യേശുവിനോട് പറയുക, നീ എന്നെ വീണ് ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. യേശു പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ. ഇതുകൊണ്ടാണ് ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാവരുതെന്ന് പറയുന്നതിന് ഇങ്ങനെയും ഒരു അർത്ഥസാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന പല സുഹൃത്തുക്കൾ, കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ പ്രമോഷൻ കിട്ടാതെ പോയത്, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടാതെ പോയത് ഒറ്റ കാരണമേ ഉള്ളൂ. ഒന്ന് വണങ്ങിയിരുന്നെങ്കിൽ, ഒന്ന് കുമ്പിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നു. എന്നാൽ തല പോയാലും ദൈവത്തെ അല്ലാതെ മറ്റാരെയും. അതുകൊണ്ട് നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ ഇന്ന് ഒത്തിരി ആൾ ദൈവങ്ങളുണ്ട്. അപ്പോൾ ആൾ ദൈവങ്ങളെന്ന് പറയുമ്പോൾ ഏതോ ചില കൾട്ടി ഗ്രൂപ്പുകൾ മാത്രമല്ല. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, രാഷ്ട്രീയത്തിൽ, സമൂഹത്തിലൊക്കെ കുറച്ച് ആൾ ദൈവങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ അതിന് ഗ്രൂപ്പ് എന്ന് പറയും, നമ്മുടെ കൂട്ടത്തിൽ അതിന് ഗ്രൂപ്പ് എന്നും പറയും. രണ്ടും ഒന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ഉള്ള എളുപ്പ വഴി ഭൂമിയിൽ സ്വയം ദൈവങ്ങളായി ചമയുന്നവരെ വണങ്ങി നിന്നാ മതി. അതുകൊണ്ട് സാത്താൻ ഒരു ഗോഡ് ഫാദറിന്റെ രൂപത്തിൽ, തലതൊട്ടപ്പന്റെ രൂപത്തിലാണ് ഇവിടെ വരുന്നത്. നീ എന്നെ വീണ് നമസ്കരിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണല്ലോ. അതിൻ്റെ റിസൾട്ടും ഒക്കെ വന്നു. ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അച്ഛാ ഒന്ന് വണങ്ങി കുമ്പിട്ടൊക്കെ നിന്നിരുന്നെങ്കിൽ ചിലതൊക്കെ കിട്ടിയേനെ. വേണ്ട. എപ്പോഴാണോ ദൈവം നമ്മളെ ആക്കുന്നത് അപ്പം മതി. ഇനി ദൈവമാക്കിയില്ലേ, ആവണ്ട. അപ്പോൾ ദൈവമാക്കുന്നില്ല എങ്കിലും എനിക്കായേ പറ്റൂ എന്ന്, അതായത് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പദവിയിൽ എത്തേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇടവകകളിലെ, സഭകളിലെ, രാഷ്ട്രീയത്തിലെ ആൾ ദൈവങ്ങളെ നമ്മൾ നമസ്കരിക്കാൻ പോകുന്നത്. ആയില്ലേ, ആവണ്ടാന്നേ. കിട്ടിയില്ലേ, കിട്ടണ്ടാന്നേ. ദൈവത്തെ അല്ലാതെ മറ്റൊരുത്തനെയും വണങ്ങരുത്. സാത്താൻ നമ്മുടെ മുൻപിൽ വെക്കുന്ന മൂന്നാമത്തെ പ്രലോഭനം, മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആൾ ദൈവങ്ങളുടെ, തലതൊട്ടപ്പന്മാരുടെ രൂപത്തിലാണ്. When you have God as your father, why do you need godfathers? ദൈവം അപ്പനായിട്ടുണ്ടെങ്കിൽ, if you have God as your father, why you need godfathers? തല പോയാലും ദൈവത്തെ അല്ലാതെ മറ്റൊരുത്തനെയും വണങ്ങല്ല. ഇന്ന് ആരെ വേണമെങ്കിലും വണങ്ങും, ദൈവത്തെ ഒഴിച്ച്. എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാനുള്ള വഴി ഭൂമിയിലെ സ്വയം ദൈവമെന്ന് കരുതുന്നവരെ വണങ്ങിയും കുമ്പിട്ടും നിൽക്കുക. യേശു പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഒരു കൊച്ച് വേദപുസ്തകത്തിലെ ഒരു അനക്ഡോട്ടൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ജോസഫ് ജയിലിൽ കിടക്കുന്ന സംഭവം നമുക്കറിയാം.
ഒരുപക്ഷെ നമ്മൾ ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്നതിൻ്റെ ആദ്യത്തെ ദൃഷ്ടാന്തമാണ് ജോസഫ്. കാരണം തെളിവ് ഒത്തിരി ഉണ്ട് അല്ലേ? തുണിയുണ്ട്, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, വോയിസ് റെക്കോർഡുണ്ട്, വാട്സാപ്പ് ഉണ്ട്. അപ്പോൾ പൊത്തിഫേറിൻ്റെ ഭാര്യ ഇതെല്ലാം കൂടെ കൊണ്ട് ആരെ കാണിച്ചു? പ്രൂഫുണ്ട്. അതുകൊണ്ട് ഈ ഹണി ട്രാപ്പ് കണ്ടുപിടിച്ചത് പോലും പൊത്തിഫേറിൻ്റെ ഭാര്യ. ആ തുണിയാണ് കോടതിയിൽ തെളിവായിട്ട് വന്നത്. ആര് ജയിലിൽ പോയി? അതുകൊണ്ട് ഈ ജയിലിൽ പോയി കിടക്കുന്ന എല്ലാവരും കുറ്റക്കാരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ചില പൊത്തിഫേറിൻ്റെ ഭാര്യമാരുണ്ടെങ്കിൽ ഒരു തുണിയുടെ അറ്റവുമായിട്ട് അവിടെ ചെന്നാൽ മതി. പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അങ്ങനെ പുള്ളി ജയിലിൽ കിടക്കുക. അപ്പോഴാണ് രാജാവിനൊരു സ്വപ്നം, ചക്രവർത്തിക്കൊരു സ്വപ്നമൊക്കെ കണ്ടു. അപ്പോൾ കൂടെ കിടക്കുന്ന ഈ ജയിലിൽ കിടക്കുന്ന ആളോട് പറഞ്ഞു, നീ പോയി പറ, ഇതാണ് രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം. പക്ഷെ ഒരു കാര്യം, നീ പറയുന്നതൊക്കെ രാജാവിന് ഇഷ്ടമായി കഴിയുമ്പോൾ ഒരു കാര്യം, എൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണേ, ഒരു ശുപാർശ. അവിടെ ചെന്നു, സ്വപ്നമൊക്കെ പറഞ്ഞു, രാജാവിന് ഇഷ്ടമായി. പക്ഷെ ആര് മറന്നുപോയി? കൂട്ടുകാരൻ അങ്ങ്. അപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ കൊടുത്തൊരു ശുപാർശ കൊടുത്തു വിട്ടതാ. പുള്ളി അങ്ങ് മറന്നുപോയി. പിന്നെയും കുറേ കാലം ജയിലിൽ കിടന്നു. ഒടുവിൽ ആ രാജ്യത്തെ വലിയ ഒരാളായി ജോസഫ് മാറി. അങ്ങനെ വലിയ ആളാകാൻ എളുപ്പ വഴി സ്വീകരിച്ചതാണ് ഈ ശുപാർശ കത്ത്. അങ്ങനെ ജോസഫിൻ്റെ ശുപാർശ കത്ത് ഈ കൂട്ടുകാരൻ ഓർത്തിരുന്നെങ്കിൽ, കൂട്ടുകാരൻ്റെ ശുപാർശയിലായേനെ ജോസഫ് ഈ സ്ഥാനത്തെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടുകാരൻ ചാവുന്നത് വരെ പറയും, നീ കൂടുതലൊന്നും ഞെളിയണ്ട, നിന്നെ ആക്കിയത് ഞാനാ. ഇതാണ് ഈ ഗോഡ് ഫാദേഴ്സിൻ്റെ കയ്യും കാലും പിടിച്ചാലുള്ള കുഴപ്പം. അവരിടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയും, നീ കൂടുതൽ ഞെളിയല്ലേ, നിന്നെ സെക്രട്ടറി ആക്കിയത് ഞാനാ, നിന്നെ മണ്ഡലം മെമ്പറാക്കിയത് ഞാനാ, നിന്നെ അസംബ്ലി ആക്കിയത് ഞാനാ, എന്നെ ഒന്നും ആക്കണ്ട. ദൈവം എപ്പോൾ ആക്കുന്നോ അപ്പോൾ മതി. നമുക്ക് പറ്റുന്ന അപകടം, എളുപ്പത്തിൽ ഏതൊക്കെയോ രാജസ്ഥാനങ്ങളിൽ എത്താൻ പലരെയും നമ്മൾ ഇടയ്ക്ക് ശുപാർശയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾ മരണം വരെ അവരുടെ മുമ്പിൽ തല താഴ്ത്തി ജീവിക്കേണ്ടി വരും. അവരെപ്പോഴും പറയും, ഞാനാ നിനക്ക് ജോലി വാങ്ങിച്ചു തന്നെ, ഞാനാ നിന്നെ ദുബായിക്ക് കൊണ്ടുപോയെ, ഞാനാ നിന്നെ അമേരിക്ക. അങ്ങനെ ചിലരുണ്ട്. ഞാനാ നിന്നെ ആക്കിയത്. ഇവിടെ പറയുന്നു, എന്തെങ്കിലും ആകാൻ, എന്തെങ്കിലും കിട്ടാൻ ഭൂമിയിലെ തമ്പുരാക്കന്മാരെ, ഭൂമിയിലെ ഗോഡ് ഫാദേഴ്സിനെ വണങ്ങുകയും നമസ്കരിക്കുകയും ചെയ്യരുത്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ ഇച്ചിരി സമയം കൂടുതലെടുത്തു. ഇനി ഇങ്ങോട്ട് ഇതുവഴി വരുന്നില്ല, അതുകൊണ്ടാണ് 5 മിനിറ്റ് കൂടുതൽ. 3 കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ സാത്താൻ നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ പോലും സാത്താൻ ഒരവസരമാക്കാം. അപ്പോൾ സാത്താൻ്റെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഈഗോയെ, നമ്മുടെ ഐഡൻറ്റിറ്റിയെ കയറിച്ചൊറിയും, പ്രവോക്ക് ചെയ്യും. രണ്ടാമത്തെ സാത്താൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ചില സന്ദർഭങ്ങളിലെങ്കിലും സാത്താൻ ആയുധമാക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ പോലും വഴിതെറ്റിക്കാൻ ദൈവവചനം ഉപയോഗിക്കാനുള്ള ധൈര്യം സാത്താന് വന്നെങ്കിൽ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ വഴിതെറ്റിക്കാൻ ഈ കാലഘട്ടത്തിലും സാത്താൻ ചിലപ്പോൾ വചനം തന്നെ ആയുധമാക്കി എന്ന് വരാം. മൂന്നാമത്, ഒരു മലയുടെ മുകളിൽ കൊണ്ടുവന്ന് നീ എന്നെ വണങ്ങ്, എന്നെ നമസ്കരിക്ക്, ഇത് മുഴുവൻ ഞാൻ തരാം.
ഇന്ന് സാത്താൻ സ്വീകരിക്കുന്ന ഒന്നാമത്തേത് പ്രൊവോക്കേഷൻ ആണെങ്കിൽ, രണ്ടാമത്തേത് വചനമാണെങ്കിൽ, മൂന്നാമത്തേത് സ്വയം ദൈവമെന്ന് കരുതുന്ന തലതൊട്ടപ്പന്മാരുടെയും ആൾ ദൈവങ്ങളുടെയും രൂപത്തിലാണ് നമ്മളെ എന്തൊക്കെയോ ആക്കിത്തരാം എന്ന് പറയുന്നവർ. അവരെ വണങ്ങണം, അവരെ കുമ്പിടണം, അവരെ നമസ്കരിക്കണം. എന്നാൽ യേശു പറയുന്നു, ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും ഞാൻ ആരാധിക്കില്ല. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. സാത്താൻ്റെ പരമ്പരാഗതമായ ചില സ്ട്രാറ്റജികൾ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ സമ്പ്രദായങ്ങൾ സാത്താൻ നമ്മളെ വഴിതെറ്റിക്കാൻ സ്വീകരിച്ചു എന്ന് വരാം. ചിലപ്പോൾ പ്രകോപനമാവാം, ചിലപ്പോൾ വചനം തന്നെ ഉപയോഗിച്ചുവെന്ന് വരാം, മറ്റു ചിലപ്പോൾ നമ്മുടെ അഭ്യുദയകാംക്ഷികളായി ചമയുന്ന തലതൊട്ടപ്പന്മാരുടെ രൂപത്തിലും സാത്താൻ നമ്മുടെ മുൻപിൽ വരാം. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ യേശു എങ്ങനെയാണ് ഈ 3 പരീക്ഷകളെയും യേശു തോൽപ്പിക്കുന്നത്? വചനത്തെ ആയുധമാക്കിയ. പ്രിയപ്പെട്ട എബ്രഹാം ബി ഉമ്മനച്ചൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കും. ഒരുപക്ഷെ ഞാൻ എന്താ പറയുക എന്നുള്ളത് അച്ഛനോട് നേരത്തെ പറഞ്ഞില്ല. പക്ഷേ ഇത് തീർച്ചയായും ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അച്ഛന് തോന്നിപ്പിച്ചതാ. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, വചനത്തെ മുറുകെ പിടിക്കണം. സാത്താൻ്റെ ഇന്നത്തെ പരീക്ഷകൾ, അത് പ്രൊവോക്കേഷനായാലും വചനമായാലും തലതൊട്ടപ്പന്മാരുടെ രൂപത്തിലായാലും, അതിനെ അതിജീവിക്കാൻ വചനത്തെ തന്നെ മുറുകെ പിടിക്കുക. അതുകൊണ്ട് വചനത്തെ മുറുകെ പിടിച്ച്, വചനത്തിൽ ആശ്രയിച്ച്, വചനത്തിൽ വേരൂന്നി പുതിയ വർഷം സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിപ്പാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ പ്രിയപ്പെട്ട ജേക്കബ് ജോൺ അച്ഛനോടും ഇതിൻ്റെ ചുമതലക്കാരോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.